types of direct leveling. So far we have discussed simple leveling, differential leveling, fly leveling, then profile leveling, and cross sectioning. Now the sixth one is reciprocal leveling. So this is done when it is not possible to set up the instrument exactly midway between the two stations. So in the previous leveling, types of direct leveling, മുൻപ് പഠിച്ച ഡയറക്റ്റ് ലെവലിങ്ങിന്റെ പല തരത്തിലുള്ള മെത്തേഡ്സിലെല്ലാം നമ്മൾ പറഞ്ഞു the dumpy level should always be set up midway between the stations whose reduced levels are to be determined. അപ്പോൾ നമ്മളൊരു എയിൽ ആണ് നമ്മൾ ബാക്ക് സൈഡ് എടുക്കുന്നത്. അപ്പോൾ ബിയിലാണ് നമ്മൾ ഫോർ സൈഡ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. എ ബി തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം 100 മീറ്റർ ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ എക്സാക്ട് മിഡ്വേ, അതായത് അതിൻ്റെ 100ന്റെ പകുതി, 50 മീറ്റർ വരുന്നിടത്ത് വേണം നമ്മൾ ഡംപി ലെവൽ സെറ്റപ്പ് ചെയ്യാൻ, ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്യാൻ. അപ്പൊ എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, അപ്പൊ നമുക്ക് കുറെ എറേഴ്സ്, ഇപ്പം എറർ ഡ്യൂ ടു കർവേച്ചർ, എറർ ഡ്യൂ ടു റിഫ്രാക്ഷൻ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ബാലൻസ് ആവും. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ബാലൻസിങ് ദ ബാക്ക് സൈറ്റ് ആൻഡ് ഫോർ സൈറ്റ് എന്ന് പറയുന്നത്. പക്ഷെ സപ്പോസ് യു ഹാവ് എ റിവർ, ഒരു പുഴ ഒഴുകുകയാണ്. ആ പുഴയുടെ ഇരുവശങ്ങളിലുമുള്ള പോയിന്റ്സിന്റെ റെഡ്യൂസ് ലെവലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ എയും ബിയും തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എ പുഴയുടെ ഒരു വശത്തും വൺ ബാങ്കിലാണ്, അതുപോലെ ബി പുഴയുടെ മറ്റേ വശത്തുമാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഡംപി ലെവല് പുഴയുടെ നടുക്ക് സെറ്റ് ചെയ്യാൻ വരും, വിച്ച് ഇസ് ഇംപോസിബിൾ അല്ലേ. സെയിം വേ ഒരു ലേക്ക് ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു വാട്ടർ ബോഡി. അവിടെയും നമുക്ക് ആ വാട്ടർ ബോഡിയുടെ ഇരുവശങ്ങളിലുള്ള പോയിന്റ്സ് തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഒരിക്കലും ആ ലേക്കിന്റെ നടുക്ക് ഇൻസ്ട്രുമെന്റ് കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ റെസിപ്രോക്കൽ ലെവലിംഗ് ചെയ്യുന്നത്. ഓക്കെ, സോ ലെവലിംഗ് ഡൺ to determine the level difference between 2 points on the either sides of a river or on the two banks of a river. Okay, so the two levels. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഈ ഒരു ഫിഗറിൽ കാണുന്ന പോലെ ഒരു വാട്ടർ ബോഡി, അതിൻ്റെ ഒരു വശം, ഒരു വശത്ത് എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഈ പോയിന്റ് ആണ് എക്സ് എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്ന പോയിന്റ്. അതുപോലെ ഇപ്പുറത്തെ വശത്ത് വൈ എന്നുള്ള പോയിന്റ്. അപ്പൊ ഇതൊരു റിവർ ആയതുകൊണ്ട് തന്നെ സപ്പോസ് ഇമാജിൻ ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു ബ്രിഡ്ജ്, ഒരു അബട്ട്മെന്റ് വരും, ഇവിടെ ഒരു അബട്ട്മെന്റ് വരും, ഇതിനെ ക്രോസ് ചെയ്ത് ഒരു ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യണം എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ലെവല് പ്രോപ്പറായിട്ട് അറിഞ്ഞാൽ മാത്രമേ ഡിസൈൻ ചെയ്യാനും പിന്നെ അതുപോലെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും ഒക്കെ ഇത് ആവശ്യമുള്ളൂ. അപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മൾ ചെയ്യുന്നത്, നടുക്ക് കൊണ്ട് എന്തായാലും ഡംപി ലെവൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ, വെള്ളമാണ്. സോ ഈ എക്സ് എന്ന് പറയുന്ന പോയിന്റിന്റെ വളരെ അടുത്തായിട്ട്, വെരി നിയർ ടു ദ പോയിന്റ് എക്സ്, ഫസ്റ്റ് വി വിൽ സെറ്റ് അപ്പ് ദ ലെവൽ. ഇവിടെ വളരെ അടുത്തായിട്ട് വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഈ ഇവിടെ ഒരു ഗ്രീൻ കളറിൽ കാണുന്ന ഒരു ലെവലിംഗ് സ്റ്റാഫ് ആണ് സങ്കല്പിക്കുക. ഇതിലേക്ക് നോക്കി നമുക്കൊരു റീഡിംഗ് കിട്ടി. അതുപോലെ ഇതേ ടെലിസ്കോപ്പ്, ഇനി ഈ ലെവലിംഗ് സ്റ്റാഫ് ഇവിടെ നിന്ന് മാറ്റി ഈ ലെവലിംഗ് സ്റ്റാഫ് കൊണ്ടുപോയി വൈ എന്നുള്ള പോയിന്റിൽ വെച്ചിട്ട് ടെലിസ്കോപ്പ് വെച്ച് നമ്മൾ ലൈൻ ഓഫ് സൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വൈയിലോട്ട് സൈറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു റീഡിംഗ് കിട്ടും. അപ്പോൾ ഈ ലെവൽ ഇരിക്കുന്നത് എക്സ് എന്നുള്ള ലെവലിംഗ് സ്റ്റാഫിന്റെ വളരെ അടുത്താണ്. ഇനി എന്ത് ചെയ്യും, നമ്മള് ഇവിടെ നിന്ന് ഈ ലെവലിനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി റിവറിന്റെ അപ്പുറത്തെ സൈഡിൽ എത്തിക്കുക. എന്നിട്ട് ഇവിടെ ഇപ്പൊ എന്താണ് വ്യത്യാസം, നമ്മുടെ ഇത് മാറ്റി ഞാൻ പേനയാക്കാം. ഈ ഒരു രണ്ടാമത്തെ കേസിൽ വരുമ്പോൾ ഈ ഡംപി ലെവൽ നമ്മൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോവാണ്, ഇവിടെ ഇല്ല. പകരം നമ്മളിതാ ഇവിടെയാണ് വെക്കുന്നത്. ഇവിടെ നമ്മളൊരു ഡംപി ലെവൽ വെക്കുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, എക്സിലോട്ട് നോക്കി ഒരു റീഡിംഗ് എടുക്കുന്നു. ലെറ്റ് ഇറ്റ് ബി സേ x2 എന്ന് കൊടുക്കാം. രണ്ടാമത്തെ സെറ്റപ്പിൽ നിന്ന് എടുക്കുന്നതിനെ x2 എന്നും, ഇവിടെ എടുക്കുന്ന റീഡിങ്ങിനെ, ഇവിടെ കിട്ടുന്നതിനെ y2 എന്നും നമുക്ക് കൊടുക്കാം. y2. ഇനി ആദ്യത്തെ സെറ്റപ്പിൽ നമ്മൾ എടുക്കുമ്പോൾ ഇതിനെ നമുക്ക് x1 എന്നും
ഇതിനെ നമുക്ക് y1 എന്നും പേര് കൊടുക്കാം. ഓക്കെ, x1 y1 x2 y2. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വേഷൻ എന്ന് പറയുന്നത് x1 മൈനസ് y1, അതായത് ഇവിടെ നമുക്ക് ഫസ്റ്റ് സെറ്റപ്പിൽ നിന്ന് കിട്ടിയ വാല്യൂസ്, ഫസ്റ്റ് സെറ്റപ്പിൽ നിന്ന് കിട്ടിയ വാല്യൂസ് ഏതൊക്കെയാണ്? ഇത് x1 മൈനസ് y1. അപ്പൊ ഇവിടുത്തെ ലെവൽ ഡിഫറൻസ് കിട്ടി അല്ലേ? ഫസ്റ്റ് സെറ്റപ്പിൽ L എന്നുള്ള പൊസിഷനിൽ വെച്ചപ്പോൾ നമുക്ക് x1 y1 കിട്ടി. സോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ x1 മൈനസ് y1. ഇനി രണ്ടാമത്തെ പൊസിഷൻ, അതായത് രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് എം എന്നൊരു പേര് കൊടുക്കാം. ഓക്കെ, അപ്പൊ എം എന്നുള്ള പൊസിഷനിൽ ഡംബി ലെവൽ വെച്ചപ്പോൾ കിട്ടിയ വാല്യൂസ് ആണ് x2ഉം y2. ഓക്കെ, അപ്പോൾ x2 മൈനസ് y2. ഇപ്പൊ ഇത് രണ്ട് പ്രാവശ്യം നമ്മൾ ലെവൽ ഡിഫറൻസ് കണ്ടുപിടിച്ചു, അതുകൊണ്ട് തന്നെ ബൈ 2 ചെയ്യാം. ഓക്കെ, സോ ദി ട്രൂ ഡിഫറൻസ് ഇൻ എലിവേഷൻ വിൽ ബി ഈക്വൽ ടു true difference in elevation is equal to x1 minus y1 plus x2 minus y2 the whole divided by 2. Okay, so ഇവിടെ നമുക്ക് whole divide, true difference in elevation is equal to how you are getting x1 first setup in അടുത്ത രണ്ട് readings x1 minus y1. Okay, within bracket എഴുതാം. പ്ലസ് അടുത്ത രണ്ടാമത്തെ സെറ്റപ്പിൽ നിന്ന് അടുത്ത റീഡിങ്സ് ഏതൊക്കെയാണ്? x2 മൈനസ് y2, x2 മൈനസ് y2. ഓക്കെ, ഇത് രണ്ടും കണ്ടുപിടിച്ച് ദ ഹോൾ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സോ x1 മൈനസ് y1 പ്ലസ് x2 മൈനസ് y2 ഡിവൈഡഡ് ബൈ 2. സോ ദിസ് ഇസ് reciprocal leveling. Next type of leveling is precise leveling. This is the leveling employed if the work is of very high accuracy and precision. So for example, നമ്മൾ triangulation survey ഒക്കെ ചെയ്യുമ്പോൾ all over the country, India as a whole സർവേ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ നമ്മൾ പോയിന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചെയ്യുന്ന സമയത്ത്, ദാറ്റ് മീൻസ് ഐദർ നമ്മളിപ്പോൾ GTS ബെഞ്ച് മാർക്ക് ഒക്കെ നമ്മൾ കണ്ടു നേരത്തെ അല്ലേ? GTS ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റ് ട്രിഗ്നോമെട്രിക് സർവേ ബെഞ്ച് മാർക്സ്, അല്ലെങ്കിൽ പെർമനന്റ് ബെഞ്ച് മാർക്ക്, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടൈപ്പ് സർവേ, അത് വളരെ അക്യുറേറ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതാണ്. അപ്പൊ അവിടെയെല്ലാം നമുക്ക് ഏത് മെത്തേഡ് ഉപയോഗിക്കാം? പ്രിസൈസ് ലെവലിംഗ്. സോ ഗ്രേറ്റ് ട്രിഗ്നോമെട്രിക് GTS സർവേ, ഗ്രേറ്റ് ട്രിഗ്നോമെട്രിക് സർവേ ബെഞ്ച് മാർക്സ്, അല്ലെങ്കിൽ പെർമനന്റ് ബെഞ്ച് മാർക്ക് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ചെയ്യുന്ന ടൈപ്പ് സർവേയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വളരെ ഹൈ അക്യുറസി ഉള്ള ലെവലിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് അതുപോലത്തെ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള, അതായത് വളരെ പ്രിസിഷൻ കൂടിയ എക്യുപ്മെന്റ്സ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സർവേ വിളിക്കുന്ന പേരാണ് പ്രിസൈസ് ലെവലിംഗ്. സോ ടോട്ടലി നമുക്ക് ഡയറക്റ്റ് ലെവലിംഗിൽ നമ്മൾ ഈ ഒരു, പിന്നെ ചെക്ക് ലെവലിംഗ് എന്ന് പറഞ്ഞ ടൈപ്പ് ഉണ്ട്, അതായത് നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത ലെവൽസ് കണ്ടുപിടിച്ചു, പക്ഷെ അതിനകത്ത് ഒന്നുകൂടെ നമുക്ക് ടു ചെക്ക് ദ അക്യുറസി ഓഫ് ദ വർക്ക്, ദ ടൈപ്പ് ഓഫ് ലെവലിംഗ് ഡൺ ടു ചെക്ക് ദി അക്യുറസി ഓഫ് ദി വർക്ക്, ദാറ്റ് ഇസ് ടേംഡ് ആസ് ചെക്ക് ലെവലിംഗ്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ 8 types of direct leveling എന്ന് പറയാം. ഫസ്റ്റ് വൺ സിമ്പിൾ ലെവലിംഗ്, ദെൻ ഡിഫറൻഷ്യൽ ലെവലിംഗ്, ഫ്ലൈ ലെവലിംഗ്, പ്രൊഫൈൽ ലെവലിംഗ്, ക്രോസ് സെക്ഷനിങ്, ദെൻ റെസിപ്രോക്കൽ ലെവലിംഗ്, പ്രിസൈസ് ലെവലിംഗ് ആൻഡ് ചെക്ക് ലെവലിംഗ്. അപ്പൊ ഇത് പാർട്ട് ബിയിലൊക്കെ ചിലപ്പോൾ ടൈപ്സ് ഓഫ് ഡയറക്റ്റ് ലെവലിംഗ് എന്ന് പറഞ്ഞാൽ പാർട്ട് ബിയിലോ അല്ലെങ്കിൽ പാർട്ട് സിയിലൊക്കെ ആണെങ്കിൽ 7 മാർക്കിനോ ഒക്കെ ചോദിക്കാം. ഓക്കെ, സോ you can write this. Okay.